നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്ത് 13/7, 16/7, 19/7 അങ്ങനെ പോകുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യ ഏത്? ആദ്യത്തെ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ കൗണ്ടിങ് നമ്പർ പറയുമ്പോൾ 1, 2, 3, 4 അങ്ങനെയുള്ള നമ്പർ ആണ് എണ്ണൽ സംഖ്യ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭിന്നസംഖ്യന്റെ ഒരു ശ്രേണി, അതായത് 13/7, 16/7, 19/7, എക്സെട്ര അങ്ങനെ നമ്മളെ ശ്രേണി ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ എണ്ണൽ സംഖ്യ ഏതാണ് വരിക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റേഴ്സ്, അതായത് ഈ പറയുന്ന താഴത്തുള്ള കാര്യങ്ങളൊക്കെ 7ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ്, അതായത് കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു എന്തായിരിക്കും? 16/7 മൈനസ് 13/7 ഈക്വൽ ടു 16 13 കുറച്ചാൽ 3/7 ആയിരിക്കും എന്ത് കോമൺ ഡിഫറൻസ്. അപ്പം ഇതെന്താണ് ഈ പറയുന്ന 3/7 ആഡ് ചെയ്തപ്പോഴാണ്, ഇവിടുന്ന് 3 ആഡ് ചെയ്തപ്പോഴാണ്, ഇവിടുന്ന് അടുത്തത് 3 ആഡ് ചെയ്തപ്പോഴാണ്, അങ്ങനെ പോകുമ്പം ഏതാണോ ഈ പറയുന്ന എണ്ണൽ സംഖ്യ വരുന്നത് അത് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഈ പറയുന്ന 13/7 എന്നുള്ളത് ഫുള്ളി ഡിവിസിബിൾ അല്ല അല്ലെ? ഹരിക്കുമ്പോ എന്തെങ്കിലും ദശാംശ നമ്പർ സംഖ്യ ഒക്കെ വരും. 16/7 വരില്ല. ഇനി 19/7 ചെയ്ത് നോക്കാം, വരില്ല. ഇനി ഞാൻ അടുത്ത നമ്പർ ഏതായിരിക്കും? 19 3 കൂട്ടി 22/7. 22/7 ഫുള്ളി ഡിവിസിബിൾ ആണോ? അല്ല. ഇനി അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ ഇതിനോട് 3 കൂട്ടി 25/7. 25/7 ഇങ്ങനെയൊക്കെ എഴുതുന്നേ. അപ്പൊ ഇടാൻ മറന്നു ഇതാണ്. അപ്പൊ 25/7 ഫുള്ളി ഡിവിസിബിൾ ആണോ? ഇല്ല. ഇനി ഇതിനോട് 3 കൂട്ടി 28/7 ഫുള്ളി ഡിവിസിബിൾ ആണോ? ആണ്. 7 4 28, അതായത് 28/7 ചെയ്യുമ്പോൾ 4ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു സീരീസിലെ, അതായത് ഈ ഒരു ശ്രേണിയിലെ എണ്ണൽ സംഖ്യ. സോ 4 ഓപ്ഷനിൽ എ. സോ